പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുർബാന അനുഭവധ്യാനത്തിൻ്റെ 9ാം ദിനത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കാം. ഇന്നലെ 8ാം ദിവസം നമ്മൾ പ്രധാനമായിട്ടും ധ്യാനിച്ചത്, 2 ദിവസമായി ധ്യാനിക്കുന്നത് കാൽവരി ബലിയും അൾത്താര ബലിയും ഒന്ന് തന്നെയാണ്. അതായത് 2000 വർഷങ്ങൾക്ക് മുൻപ് ഈശോ സഹീയോനോട്ടിശാലയിലും കാൽവരിയിലുമായി അർപ്പിച്ച ആ ബലി അതുപോലെ നാം ഇപ്പോൾ അർപ്പിക്കുന്നു. കുർബാനയുടെ സമയം മുഴുവൻ നമ്മുടെ മർക്കോസിൻ്റെ മാളികമുറിയിലും കാൽവരിയിലുമൊക്കെ ആയിരിക്കണം. പക്ഷേ നമ്മുടെ മനുഷ്യരായതുകൊണ്ട് സമയവും ശരീരമുള്ളത് കൊണ്ട് സ്ഥലവും പരിമിതി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്നുകൊണ്ട് നാം അതിൽ പങ്കെടുക്കണം. അതുകൊണ്ട് സത്യത്തിൽ നമ്മൾ കുർബാന കാണുകയല്ലല്ലോ, നമ്മൾ ബലി അർപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പങ്കെടുക്കുകയാണ്. 2ാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത്, നമ്മൾ നിശബ്ദരായ പ്രേക്ഷകരോ അപരിചിതരോ ആകരുത്. നമ്മൾ കാഴ്ചക്കാരല്ല, നമ്മൾ കഥാപാത്രങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കതുകൊണ്ട് ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നത് കുർബാന ഒരു ദൈവ കുടുംബ സംഗമമാണെന്നുള്ളതാണ്. പെട്ടെന്ന് നിങ്ങൾക്കിത് മനസ്സിലാവുകയില്ല. ഒരു ആലങ്കാരികമായി പറഞ്ഞാൽ നമ്മളൊരു സംഘഗാനത്തിൽ പങ്കുചേരുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എൻ്റെ ക്ലാസ്സുകളുടെ ദൈർഘ്യം അല്പം കൂടിയെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് പ്രധാനപ്പെട്ട സന്ദേശമായിരുന്നത് കൊണ്ട് ഞാനത് അല്പം ദൈർഘ്യം കൂടി അവതരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് കാണുന്നത്? കുർബാന ഒരു ദൈവ കുടുംബ സംഗമമാണ് എന്ന് പറഞ്ഞാൽ, കുർബാന തുടങ്ങുന്ന നിമിഷത്തിൽ തന്നെ സ്വർഗവാസികൾ, എബ്രായ ലേഖനം 10, 19, 20 അനുസരിച്ച് സ്വർഗവാസികൾ ആ തുറക്കപ്പെട്ട വാതിലിലൂടെ നമ്മെ ഓരോരുത്തരെയും പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. മുൻപ് ഞാൻ പറഞ്ഞ ഒരു വാക്യമുണ്ട്, ജോൺ പോൾ പപ്പായുടെ ചാക്രിക ലേഖനത്തിലെ വാക്യമാണ്, ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന സ്വർഗത്തിൻ്റെ ക്ഷണക്കാഴ്ചയാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഓർക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ കുർബാനയ്ക്കായിട്ട്, പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഇതൊരു ദൈവശാസ്ത്ര ചിന്തയാണ്. അതായത് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സഭയുടെ ആരാധനയാണ്. നമ്മുടെ സർവാധിപനാം കർത്താവേ എന്ന് ആരംഭിക്കുന്ന ഉത്ഥാനഗീതത്തിൻ്റെ തൊട്ടു മുൻപ് വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നാളെ മുതൽ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മിക്കണം ഇന്ന് പറഞ്ഞത് എന്താണ്? സഭ അർപ്പിക്കുന്ന ആരാധനയിൽ നാം ഒറ്റയ്ക്കല്ല, സഭയുടെ ഭാഗമായി സഭാംഗങ്ങളോട് ചേർന്നാണ് നമ്മൾ ബലിയർപ്പിക്കുന്നത്. ബെനഡിക്റ്റ് പാപ്പ ഒരു സമാനമായ ഒരു ആശയം മറ്റൊരവസരത്തിൽ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്ന നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പിതാവ് പറയുന്ന ഉദാഹരണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സഭയുടെ 3 തലങ്ങൾ ഓർമ്മിക്കണം. വിജയസഭ, സഹനസഭ, സമരസഭ. ഇന്ന് ആധുനിക ദൈവശാസ്ത്രത്തിൽ വിജയസഭയ്ക്ക് സ്വർഗീയ സഭ എന്നാണ് പറയുന്നത്, ഹെവൻലി ചർച്ച്. സഹനസഭയ്ക്ക് ശുദ്ധീകരണ സഭ അല്ലെങ്കിൽ സാങ്ക്ടിഫൈങ് ചർച്ച്. സമരസഭയ്ക്ക് തീർത്ഥാടന സഭ, പിൽഗ്രിം ചർച്ച്. മതാധ്യാപകരൊക്കെ കുട്ടികളെ പുതിയ വാക്കാണ് പഠിപ്പിക്കേണ്ടത്. അതായത് നമ്മൾ പുണ്യവാന്മാരുടെ ഐക്യം എന്നൊക്കെ പറയുമ്പോൾ, കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് എന്നൊക്കെ പറയുമ്പോൾ, ഈ 3 സഭകളും, വിജയസഭയും സമരസഭയും സഹനസഭയും തമ്മിൽ പരിശുദ്ധാത്മാവിലുള്ള ഒരു ഐക്യമാണ്. ഇവിടെ കാലം സ്ഥലം ഒന്നും ഈ ഐക്യത്തിന് തടസ്സമല്ല. നമ്മൾ പരസ്പരം കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ സ്വർഗവാസികൾ നമ്മുടെ കൂടെയുണ്ട്, സഹനസഭയിലുള്ളവർ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നമ്മുടെ കൂടെയുണ്ട്. പരസ്പരം സഹായിക്കണം. എൻ്റെ കണ്ണിൽ കരട് പോയാൽ കൈകൊണ്ടെടുക്കുന്നത് പോലെ കുർബാനയിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, മറിച്ച് എന്താണ്? ദൈവദൂതരോട് ചേർന്നാണ്, മാലാഹവൃന്ദങ്ങളോട് ചേർന്നാണ്, മറിയത്തോടും വിശുദ്ധരോടും ചേർന്നാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. അപ്പം അവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അനുഭവമായിട്ട് നമ്മിൽ നിറയണം. ഇത് നിറയാൻ വേണ്ടിയിട്ട് ഒരു മിസ്റ്റിക്കിന് ഒരിക്കലുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. മിസ്റ്റിക്കിന് കിട്ടിയ അനുഭവമല്ല, ഒരു ദർശനമാണ്. ഒരാൾ കുർബാനയ്ക്കായിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ ആ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ കാവൽ മാലാഹയെ ആ വ്യക്തിയുടെ അടുത്തേക്ക് അയക്കുന്നു. എന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്നും കുർബാനയ്ക്കായിട്ട് ഇറങ്ങിപ്പോരുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ കാവൽ മാലാഹ പിടിക്കുന്നുണ്ട്. ദർശനമാണ് കേട്ടോ. പള്ളിയിൽ വരുമ്പോൾ ആ കവാടത്തിൽ വെച്ച് പരിശുദ്ധിയമ്മ ആലിംഗനം ചെയ്ത് ഈ വ്യക്തിയെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അയാൾ ദേവാലയത്തിൽ എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ വലതുവശത്ത് പരിശുദ്ധിയമ്മയും ഇടതുവശത്ത് കാവൽ മാലാഹയുമുണ്ട്.
ഇത് വെറും ഒരു ദർശനമാണ്. ഒരുപക്ഷെ എനിക്കറിയില്ല, ഞാൻ മുൻപ് ഏതെങ്കിലും ദിവസങ്ങളിൽ ഇത് പങ്കുവെച്ചോ എന്ന് പോലും അറിയില്ല. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വചനചിന്തയായതുകൊണ്ട് ചില ആവർത്തനങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. സാരമില്ല, നിങ്ങൾ സദയം മാപ്പാക്കുക. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ചൂണ്ടിക്കാണിക്കാം. എൻ്റെ പേഴ്സണൽ മൊബൈലിലേക്ക് ശബ്ദ സന്ദേശമായിട്ട് അയച്ചാൽ മതി, വിളിക്കേണ്ട. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് നിർദ്ദേശങ്ങൾ എല്ലാം അതുപോലെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഇനി നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്ന ഒരു ദൈവവചനം, അതായത് പരിശുദ്ധ കുർബാന ദൈവ കുടുംബ സംഗമമാണ് എന്നുള്ള ഒരു ആത്മീയ ചിന്തയാണ്. ഹെബ്രായ ലേഖനം 12:22 എന്താണ്? സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കുർബാനയ്ക്ക് വരുമ്പോൾ അസംഖ്യം ദൂതന്മാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ പഴയ ഉടമ്പടി കാലഹരണപ്പെട്ടു. ഈശോ പുതിയ ഉടമ്പടി നമുക്ക് വേണ്ടി സ്ഥാപിച്ചല്ലോ. നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണെന്നല്ലേ ഈശോ പറയുന്നത്. ഈ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അതിൻ്റെ ഹെഡിങ് തന്നെ പുതിയ ആകാശം പുതിയ ഭൂമി. രണ്ടാമത്തെ വാക്യം എങ്ങനെയാണ്? വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. അതായത് പഴയത് കടന്നുപോയി. ഈ പുതിയ ജെറുസലേമിൽ എന്താണ്? പഴയ ജെറുസലേം ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് പുതിയ ജെറുസലേം നമുക്ക് വേണ്ടി ദൈവം അണിയിച്ചൊരുക്കി. അപ്പോൾ സ്വർഗീയ വൃന്ദം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നിരവധി പ്രാർത്ഥനകളിലൂടെ നമ്മൾ കുർബാനയിൽ ഓർക്കാറുണ്ട്. ഞാൻ 1-2 പ്രാർത്ഥനകൾ മാത്രം ഓർമ്മിപ്പിക്കാം. സിറോമലബാർ സഭയിലെ കുർബാനയിൽ 3-ാമത്തെ പ്രണാമജപം തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് കൂദാശവചനങ്ങൾക്ക് മുൻപ്, കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. നാളെ ഇത് ഓർക്കണം. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. ഇനി ഇത് ശ്രദ്ധിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ട് 2-ാം പ്രണാമജപത്തിൽ ഓശാന ഗീതത്തിന് തൊട്ടു മുൻപ്, അത് മിക്കവാറും നമ്മൾ ഓർക്കാൻ സാധ്യതയുണ്ട്, സ്വർഗവാസികളുടെ 1000ങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും സാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന വരുമ്പോൾ ഞാൻ ഓർക്കാൻ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മലങ്കര കുർബാനയിലാണെങ്കിൽ ഇഷ്ടംപോലെ മിക്ക സന്ദർഭങ്ങളിലും വിശുദ്ധ മാലാഹമാരോടും പ്രധാന മാലാഹമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ ഞങ്ങൾ സ്തുതിക്കുന്നുവെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ കൂടുതൽ ഭക്തിയോടുകൂടി കുർബാനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ മാലാഹമാരും സ്വർഗീയ വൃന്ദങ്ങളും നമ്മെ സഹായിക്കുന്നുവെന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കണം. അപ്പം നമ്മൾ അവരുടെ സഹായം ചോദിക്കുകയാണ് ചെയ്യുന്നത്. എപ്രാസ്യാമ്മ ഒരിക്കൽ കാവൽമാലാഹയുടെ സ്തുതിക്കായിട്ട് ഒരു കുർബാന അർപ്പിച്ചു. എന്നിട്ട് എപ്രാസ്യാമ്മ പറയുന്നുണ്ട്, എന്താണെന്നറിയാമോ? ഞാൻ ഈ മാലാഹ, എൻ്റെ കാവൽ മാലാഹ കുർബാനയുടെ സമയത്ത് തുള്ളിച്ചാടുന്നത് ഒരു ദർശനത്തിലൂടെ ഞാൻ കണ്ടു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധരും മാലാഹമാരും ഒക്കെ നമ്മളെ സഹായിക്കാൻ വരുന്നവരാണ്. ഹെബ്രായ ലേഖനം 12:1 എന്താണ്? നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. അപ്പോൾ ഈ സാക്ഷികളുടെ വലിയ സമൂഹം എന്ന് പറയുമ്പോൾ അതെന്താണ്? എല്ലാ വിശുദ്ധരും മാലാഹമാരുമുണ്ട്. അത് നമ്മളെപ്പോഴും ഓർമ്മിക്കണം. പക്ഷേ അവരുടെ മാധ്യസ്ഥ്യം കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണ്? നമ്മൾ സ്തുതിക്കാനും ആരാധിക്കുവാനും സഹായിക്കാൻ വേണ്ടിയാണ് അവരോട് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനയെ പ്യൂരിഫൈ ചെയ്യുന്നവരാണ് അവർ. പ്രിയപ്പെട്ടവരെ, ശിരസായ ഈശോ സഭാതനയരായ നമുക്ക് വേണ്ടി ആണ് കുർബാനയർപ്പിക്കുന്നത് എന്നുള്ള ദൈവശാസ്ത്ര ചിന്ത കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാം നമ്മുടെ കൂടെയുണ്ട്. വെളിപാട് ഭാഷയിൽ പറഞ്ഞാൽ കുർബാന എന്ന് പറയുന്നത് കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നാണ്. അത് നല്ലൊരു ചിന്തയാണ്. നമ്മളൊരു വിവാഹ വിരുന്നിൽ പങ്കെടുക്കാനാണ് കുർബാനയ്ക്കായിട്ട് വരുന്നത്. മലഹമരപ്പം നമ്മുടെ കൂടിയുണ്ട്, എപ്പോഴുമുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പറയുമ്പോൾ കൊടാനുകോടി മാലാഹമാർ, അന്ന് കീർത്തനം ആലപിച്ച എല്ലാ സ്വർഗീയ വൃന്ദങ്ങളും വരികയാണ്. പിന്നെ താതിനും അതുപോലെ ആത്മജനും ആ പാട്, അല്ലെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആ സമയത്ത് എന്താണ്? മറിയം, യൂസേപ്പ്, ഏകജാതൻ്റെ സ്നേഹിതര് ഒക്കെ കടന്നു വരികയാണ് ചെയ്യുന്നത്.
പിന്നെ എന്താണ്, തോമാസ് ലീഹായെ ഞാൻ മിക്ക ദിവസങ്ങളിലും മനസ്സുകൊണ്ട് ഓർക്കാറുണ്ട്. രക്തസാക്ഷികളെ പറയുമ്പോൾ ഏതെങ്കിലും മാറി മാറി രക്തസാക്ഷികളെ നമ്മൾ ഓർമ്മിക്കണം. പിന്നെ എന്താണ്, വലിയവരും ചെറിയവരും. ആരൊക്കെയാണ്? ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവർ, പിന്നെ സ്വർഗത്തിലുള്ളവർ, എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മുടെ ഉള്ളിൽ എന്നാണ് വെളിപാട് 14:1 പറയുന്നത് പോലെ 144,000 പേരാണ് അവിടെ. അത് ഒരു വെളിപാട് ഭാഷയാണത്. വെളിപാട് 7:9 പറയുന്നത് എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത വലിയ ജനക്കൂട്ടം ഈ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വന്നുവെന്നാണ്. എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത വലിയ ജനക്കൂട്ടം, അതാണ് 144,000 എന്ന് പറയുന്നത് ഒരു വെളിപാട് ഭാഷയാണ്. 12 × 12 144, 144 × 1000 144,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന സഭയുടെ ആരാധനയാണ്. എഫേസ്യോസ് 1:23 സഭ അവൻ്റെ ശരീരമാണ്. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മൗലിക ശരീരമാണ്. 1 കൊരിന്തോസ് 12:27 നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. അതായത് ക്രിസ്തു ശിരസ്, നാം ഓരോരുത്തരും അവയവങ്ങൾ. ഉത്ഥാനം ചെയ്ത ഈശോ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കുകയില്ല. മറിച്ച് എന്താണ്, നമ്മൾ അനേകം മക്കളോടുകൂടിയാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ആത്മീയ ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർ ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കരുത്. ഒരു സ്വർഗീയ കൂട്ടായ്മയോടൊപ്പമല്ലാതെ ഒരിക്കലും നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. നമ്മുടെ കൂടെ അവരെല്ലാം ഉണ്ട്. ഇത് മരിച്ചുപോയ ഡോക്ടർ സിസ്റ്റർ മാർസലൂസ് ഒരിക്കലും എന്നോട് പങ്കുവെച്ചത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നോ ഒരു അവഗണന, സ്വന്തം കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളിൽ നിന്നും ഒരു തിരസ്കാരത്തിൻ്റെ അനുഭവമുണ്ടായി, നീ നിൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളൊന്നും പോകുന്നില്ലെങ്കിൽ, മക്കളെക്കുറിച്ച് നെയ്തെടുത്ത സ്വപ്നങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളൊന്നും പോകുന്നില്ലെങ്കിലും നീ നിരാശപ്പെടരുത്. എന്തിനു വേണ്ടി ഈ ജീവിതമെന്നൊരിക്കലും ചോദിക്കരുത്. നിന്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്. നിന്റെ കണ്ണീർ കണങ്ങൾ മുഴുവൻ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം മടുത്തു എന്നൊരിക്കലും പറയരുത്. സങ്കീർത്തനം 55:22 നിന്റെ ഭാരങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. കർത്താവെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. നാളെ മുതൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോടും ചേർന്ന് എന്നും ബലിയിൽ പങ്കെടുക്കാൻ ഇവരെ അനുഗ്രഹിക്കണമേ. വചനം കേൾക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും നിർവീര്യമാക്കണമേ. കർത്താവെ, മനസ്സുമടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ തടസ്സമായി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെല്ലാം അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം യാചിക്കണമേ. ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യേശുപ്പ പിതാവിൻ്റെയും പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.